കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ, ഞാൻ പോകുന്നു. നാട് കടത്തപ്പെട്ട ഇന്ത്യയിൽ അഭയം തേടിയ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വാക്കുകളാണ്. സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ അവർ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു. മടങ്ങി ചെല്ലുമ്പോൾ താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടേക്കാം എന്ന പൂർണ്ണ ബോധ്യത്തോടെയാണ് വധശിക്ഷ കാത്തു കഴിയുന്ന ഒരു മുൻ ഭരണാധികാരി സ്വമേധ്യാ മരണത്തിലേക്ക് നടന്നു കയറാൻ തയ്യാറെടുക്കുന്നത്. വരുന്ന ഡിസംബറോടെ ബംഗ്ലാദേശിലേക്ക് മടങ്ങാനാണ് ഷെയ്ഖ് ഹസീനയുടെയും പ്രവാസത്തിലുള്ള മറ്റു മുതിർന്ന നേതാക്കളുടെയും തീരുമാനം. അവിടെ കോടതികൾക്ക് മുൻപാകെ സ്വമേധ്യാ കീഴടങ്ങാനും നിയമ നടപടികൾ നേരിടാനുമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ബംഗ്ലാദേശുമായി അത്രത്തോളം ആഴത്തിലുള്ള ഒരു ആത്മബന്ധം ഹസീനയ്ക്കുണ്ട്. ആ രാജ്യത്തിന്റെ സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ച ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകളാണവർ. മരണം വിധിയാണെങ്കിൽ അത് തന്റെ പിതാവിനെ അടക്കം ചെയ്ത അദ്ദേഹത്തിന്റെ ചോര വീണ ആ സ്വന്തം മണ്ണിൽ വെച്ച് തന്നെ ആകണമെന്നാണ് ഹസീന വൈകാരികമായി പറയുന്നത്. എന്നാൽ ഇന്ന് ബംഗ്ലാദേശിന്റെ അവസ്ഥ എന്താണ്? 2024 ഓഗസ്റ്റിലെ പ്രക്ഷോഭത്തെ തുടർന്ന് ഹസീനയ്ക്ക് അധികാരം നഷ്ടപ്പെട്ട് ആൾക്കൂട്ട വിചാരണയെ ഭയന്ന് അവർ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതിനു ശേഷം ബംഗ്ലാദേശ് വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത സാക്ഷാൽ രാഷ്ട്രപിതാവിന്റെ പ്രതിമകൾ പോലും തല്ലിത്തകർത്ത് പുതിയൊരു മതമൗലികവാദ ശക്തികളാണ് ഇപ്പോൾ അവിടെ അഴിഞ്ഞാടുന്നത്. പ്രക്ഷോഭകരെ കൊലപ്പെടുത്തി എന്നാരോപിച്ച് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച പുതിയ ഭരണകൂടം രാജ്യത്തെ ഏറ്റവും വലിയ ജനപ്രീതിയുള്ള പാർട്ടിയായ ഹസീനയുടെ പാർട്ടിയായിട്ടുള്ള അവാമി ലീഗിനെ നിരോധിച്ചു. ശക്തമായ ഒരു പ്രതിപക്ഷമില്ലാതെ ആ നിരോധനത്തിന്റെ തണലിലാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവിടെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ അധികാരത്തിലേറിയ താരിഖ് റഹ്മാൻ സർക്കാരിനെ പൂർണ്ണമായും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരാണെന്ന് പറയാൻ കഴിയില്ല. മതമൗലികവാദികൾക്ക് പരസ്യമായി കുടപിടിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് ബംഗ്ലാദേശിലുള്ളത്. തീവ്രത കൂടിയ മതമൗലികവാദികൾ പ്രതിപക്ഷത്തും തീവ്രത കുറഞ്ഞ മതമൗലികവാദികൾ ഭരണപക്ഷത്തും എന്നതാണ് ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ ചിത്രം. ഇതിന്റെയൊക്കെ ഫലമായി ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ ഏറ്റവും വലിയ ഈറ്റില്ലമായി ബംഗ്ലാദേശ് ഇന്ന് മാറിയിരിക്കുകയാണ്. തന്റെ രാജ്യവും പാർട്ടിയും ഈ രീതിയിൽ തകർക്കപ്പെടുന്നത് നോക്കി നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടും ഹസീന തിരികെ പോകാൻ ആഗ്രഹിക്കുന്നത് എന്നൊരു വലിയ രാഷ്ട്രീയ യാഥാർത്ഥ്യം കൂടി ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. ഹസീനയെ വിട്ടുകിട്ടണമെന്ന് ബംഗ്ലാദേശ് സർക്കാർ ഇന്ത്യയോട് ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോഴാണ് താൻ സ്വയം അങ്ങോട്ട് പോവുകയാണെന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും വധശിക്ഷ വിധിക്കപ്പെട്ട ഒരു മുൻ ഭരണാധികാരിയുടെ ഈ മടങ്ങിവരവ് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തെയും സാരമായി ബാധിക്കും. ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ഡിസംബറിൽ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലേക്ക് കാലുകുത്തുമ്പോൾ അത് ആ രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകവും സംഘർഷഭരിതവുമായിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ അധ്യായത്തിനാകും തുടക്കം കുറിക്കുക. മിസ്റ്റർ സിസ്റ്റം മലയാളം.